കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോകുന്നു. അതാണല്ലോ ഇപ്പൊ ചർച്ച. അതായത് നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ, അതായത് ഇന്ത്യൻ ഫുട്ബോളിനോ അല്ലെങ്കിൽ കേരള ഫുട്ബോളിനോ ഒന്നും ഒരു രീതിയിലുമുള്ള യാതൊരു കോൺട്രിബ്യൂഷൻസും ഇന്നേ വരെ നടത്താത്ത നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ, അവരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നുണ്ട്. ഇതേ പറ്റിയിട്ടൊന്നും സംസാരിക്കുകയോ ഉരിയാടുകയോ ചെയ്യാത്ത നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ നെഗറ്റീവ് മാത്രം തുപ്പാൻ വരുന്ന കുറച്ച് ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ മാർക്കസ് അണ്ണന്റെ ഏതോ നോട്ട് കണ്ടിട്ട് അതിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് വന്ന പരിപാടിയാണ് ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടാൻ പോകുന്നു, അടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടുന്നത് എന്നൊക്കെയാണ് ഇവര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സത്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ ഫുട്ബോൾ ടീമുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ക്ലബ്ബുകൾ തന്നെയാണ്. അങ്ങനെ വലിയ ലാഭത്തിലൊന്നും ഓടുന്ന ക്ലബ്ബുകളൊന്നും ഇന്ത്യയിൽ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്ങനെ ലാഭത്തിൽ പോകും? ആളുകൾ ബോധേഡല്ല, ആളുകളെ ബോധേഡാക്കേണ്ട മാധ്യമങ്ങൾ, ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർ നെഗറ്റീവ് മാത്രം, എങ്ങനെ ഫുട്ബോളിനെ ഇല്ലാതാക്കാം, ഫുട്ബോളിനെ എങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാം എന്നുള്ള ന്യൂസുകൾ മാത്രമേ ഇവർ പറയാറുള്ളൂ. പോസിറ്റീവായിട്ടൊരു കാര്യങ്ങൾ, ഇന്ന് ഇന്ത്യയുടെ നാഷണൽ ടീമിന്റെ കളി നടന്നിട്ട് അതുപോലും റിപ്പോർട്ട് ചെയ്യാത്ത ടീമാണ് ഇവര്. എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഫാൻസ് വിങ്ങുകൾ ഈ ബോയ്ക്കോട്ടൊക്കെ അനൗൺസ് ചെയ്ത സമയത്ത് പല മുൻനിര മാധ്യമങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ ഫാൻസ് വിങ്ങുകൾ. അതായത് എന്താണ് ബോയ്ക്കോട്ട്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ബോയ്ക്കോട്ട്, അല്ലെങ്കിൽ ഫാൻസ് വിങ്ങുകളും മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മുൻനിര മാധ്യമങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ഒരാൾ പോലും അതിന് ഓക്കെ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു മാധ്യമങ്ങളും നമ്മളിന്ന് കാണുന്ന, നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുൻനിര മാധ്യമങ്ങൾ ആരും തന്നെ അതിന് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. സോ അവർക്ക് റേറ്റിംഗ് ഉള്ള ന്യൂസുകൾ മതി, അവര് അതേ ചെയ്യൂ. അല്ലെങ്കിൽ സത്യം പറയുക എന്നുള്ളതോ അല്ലെങ്കിൽ ആളുകളെ ബോധേടാക്കുക എന്നൊക്കെയുള്ള പരിപാടികളൊന്നും അവർ എടുക്കാറില്ല. അപ്പോ അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഫുട്ബോളിന് വേണ്ടിയിട്ട് യാതൊരു കോൺട്രിബ്യൂഷൻസും നടത്താത്ത ഇവർ ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടുന്നു, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് പരിപാടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഇന്ത്യയിലുള്ള ഓരോ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഓൾറെഡി, എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവരെക്കാളൊക്കെ സാമ്പത്തിക പ്രതിസന്ധി വളരെ കുറവുള്ള ടീം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ഫാൻസ് ഉണ്ട്, കളി കാണാൻ ആളുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് അടച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ന്യൂസ് സത്യമാണോ? ഞാനിതുവരെ എങ്ങും കണ്ടില്ല. ബ്ലാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരെങ്കിലും പറഞ്ഞോ ഒന്നും ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് പൂട്ടാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ പൂട്ടേണ്ടതായിട്ടുള്ള കാര്യം എന്താ ഇവിടെ? ഇവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. അത് എന്ത് സാമ്പത്തിക പ്രതിസന്ധി അവർ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത വർഷത്തിൽ ലീഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതേ പറ്റിയിട്ടാണെങ്കിൽ ആ കാര്യമൊക്കെ എന്നേ സോൾവ് ആയതാണ്. നെക്സ്റ്റ് സീസണിൽ ISL ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊരു ലോങ് ടൈം ജേർണി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ജീനിയർ സ്പോർട്സ് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്, ഫാൻകോഡ് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതിൽ ടീമുകൾക്കൊക്കെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫാൻകോഡിന്റെ പ്രപ്പോസലാണ്. എന്നാൽ AFFന് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് ജീനിയർ സ്പോർട്സിന്റെ പ്രപ്പോസലുകളാണ്. അതേപോലെ തന്നെ ക്ലബ്ബുകൾ മാത്രം ചേർന്നുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ക്ലബ്ബുകളും ചേർന്നിട്ട് ഒരു പ്രപ്പോസൽ AFFന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 3 സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ തന്നെ നമുക്കൊരു ലോങ് ടൈം ജേർണി ISL ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോ ഇത് ഇങ്ങനെ മുന്നിൽ നിൽക്കെ ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ എന്നാ വേറെ അടുത്ത ഓണേഴ്സ് ആരെങ്കിലും മേടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അവരെ നോക്കിക്കോളൂ. ഇത് എന്തോന്നരുത്, ചുമ്മാ അങ്ങ് പറഞ്ഞോളുക അടച്ചുപൂട്ടാൻ പോകുന്നു എന്നൊക്കെ. എന്ത് അടച്ചുപൂട്ടൽ? എന്ത് ഇവിടെ അടച്ചുപൂട്ടേണ്ട കാര്യം എന്തുവാ? ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടേണ്ട കാര്യം എന്താണ് ശരിക്കും? എന്തെങ്കിലും കാരണമുണ്ടോ ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടണ്ടേ? കോമൺ സെൻസ് യൂസ് ചെയ്യാതെ തന്നെ മനസ്സിലാവുമല്ലോ ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ള പ്രശ്നം എന്താ ഇവിടെ. ചിലപ്പോ ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവ് ആണ്. ഇപ്പൊ മാർക്കസിന്റെ നോട്ടിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ISL ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ക്ലബ്ബുകളെല്ലാം ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് AFFനെ ഒന്ന് പ്രഷറിലാക്കാനും അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം ഇതിന്റെ സത്യാവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരടച്ചു പൂട്ടി താക്കോലും കൊണ്ട് അവർ വീട്ടിൽ പോയി ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. താങ്ക് യു.